ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ ഹോം മെയ്ഡായിട്ട് കുക്കീസ് റെഡിയാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് ബട്ടർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. അതൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു വിസ്ക് വെച്ച് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഏകദേശം നമുക്കിതൊരു 3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതായപ്പോൾ നമ്മുടെ ബട്ടർ നല്ലപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരിപ്പ ആദ്യമേ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഈ രീതിയിലാണ് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 സ്പൂൺ പാല് കൂടി, റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് കൈകൊണ്ട് കുഴച്ച് നല്ലൊരു മാവ് പരുവത്തിൽ ഇത് റെഡിയാക്കി എടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ മാവ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ 1 സ്പൂൺ പാല് കൂടി ചേർത്താൽ മതിയാകും. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലിംഗ് റാപ്പിൽ ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഇതേപോലെ റാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്ത് വെക്കാം. ഇവിടെ തന്നെ ഇതിൻ്റെ സൈഡ് രണ്ടും ഇതേപോലെ ഒന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് അൺറാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കാണ് നമുക്ക് ഓരോ പീസസ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്കീസിൻ്റെ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ കുക്കീസൊക്കെ റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലപോലെ ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് ബേക്ക് ചെയ്തെടുത്തപ്പോഴേക്കും 5 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഴയൊരു ചീനച്ചട്ടി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് നമ്മുടെ കുക്കീസിൻ്റെ ട്രേ ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 20-25 മിനിറ്റിൽ നമുക്കിത് ബേക്കായി കിട്ടും. അപ്പോൾ ഇതേപോലെ തിക്കായിട്ടാണ് നമുക്ക് ആദ്യത്തെ സെറ്റ് റെഡിയായി വന്നത്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് ചൂടോടുകൂടി തന്നെ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതേപോലെ വിടിയിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റും ഇതേപോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 3 എണ്ണം മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നല്ല കറക്റ്റ് സ്പേസിൽ ബേക്കായി വന്നിട്ടുണ്ട്. ഇതാപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് തന്നെയാണ്. ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കാതെ ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 1 വീക്ക് വരെ നമുക്കിത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.